സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ഫാർമസി ക്രീമാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തിനെക്കുറിച്ചാണെന്ന്. മെലാഗ്ലോനെ കുറിച്ചിട്ടാണ്. മെലാഗ്ലോ എന്ന് പറയുമ്പോൾ മെലാഗ്ലോ റിച്ച് ഉണ്ട്, മെലാഗ്ലോ ഉണ്ട്. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലത്? ഇതിക്ക് മുൻപ് ഞാൻ മെലാഗ്ലോ ക്രീമിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് ഡൗട്ട് ചോദിക്കുന്ന ഒരാളുണ്ട്, ഒരു നന്ദു എന്ന് പറഞ്ഞൊരു കമൻറ്റാണ്. അപ്പോൾ 2-3 തവണയൊക്കെ എൻ്റെ ഒരു ദിവസം ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് 2-3 തവണയൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇനി ഫ്രീ ആകുമ്പോൾ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് ഒന്നുകൂടെയും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മെലാഗ്ലോയും മെലാഗ്ലോ റിച്ചുമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നോർമൽ ടു ഡ്രൈ ആണ്. എൻ്റെ മുഖത്ത് പിമ്പിൾസോ അല്ലെങ്കിൽ വേറെ അലർജിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞിട്ട് സെൻസിറ്റീവ് സ്കിൻ അല്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞിരുന്ന ഒരു ക്രീമും വാങ്ങി യൂസ് ചെയ്യരുത്. വേറൊന്നുമല്ല, നിങ്ങളുടെ സ്കിന്നിന് എന്ത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അലർജിയിൽ അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഡെർമറ്റോളജിസ്റ്റ് പറയുന്നത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നെ പോലെ അലർജി ഇല്ലാത്ത സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് ഞാൻ ഉപയോഗിക്കുന്ന ക്രീമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് പറയാനായിട്ട് ഞാനൊരു ക്രീം ആദ്യമായിട്ട് വാങ്ങുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ആദ്യമായിട്ട് വാങ്ങുന്നത്. അപ്പോൾ ഞാൻ എന്ത് ക്രീം ഞാൻ വാങ്ങിയാലും അത് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരാറുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ പൈസ പോയി ഇനി മറ്റുള്ളവരുടെ പൈസയും കൂടെ പോകണ്ടല്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ വീഡിയോ ഒന്നും ഞാൻ ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് മെലാഗ്ലോ റിച്ച്, ഇത് മെലാഗ്ലോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയാനായിട്ട് 500 രൂപയിൽ താഴെയാണ് വരുന്നത്. അതായത് 486 രൂപയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. നമ്മൾക്ക് ഫാർമസിയിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ 15%, 10% ഡിസ്കൗണ്ട് അടിച്ച് ചെയ്യുമ്പോൾ 465 രൂപ, 460 രൂപക്കൊക്കെ നമുക്കിത് കിട്ടും. എപ്പോഴും വാങ്ങുമ്പോൾ ഫാർമസിയിൽ നിന്ന് നേരിട്ട് പോയി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഫേക്ക് ആയിരിക്കും. അതായത് 100-ൽ ഒരു 99% ഫേക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞുള്ള റേറ്റിനേക്കാളും കുറവ് റേറ്റൊക്കെ കാണുമ്പോൾ എല്ലാവരും അത് വാങ്ങും. 1-2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം ഒക്കെ ഒരുമിച്ച് വാങ്ങും. റേറ്റ് കുറവ് കാണുമ്പോൾ ഒരിക്കലും നമ്മൾ റേറ്റ് കുറവ് കാണുമ്പോൾ ചാടിക്കയറി അത് വാങ്ങരുത്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ട് കുറേ പേർക്കൊക്കെ അലർജി ആയിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു മെല എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, മെലാ കെയർ അതേപോലത്തെ ക്രീം പോലത്തെ ഒരു ക്രീമാണോ ഇതെന്നുള്ളത്. ആ ഒരു ക്രീമും ഈ ഒരു ക്രീമും തമ്മിൽ 100% വ്യത്യാസം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫേസ് ഒക്കെ ഫുള്ള് റെഡ് കളറാകും, സ്കിന്നൊക്കെ പീലാവും, വേറൊരു തരം ഒരു സ്കിൻ ടോണിലോട്ട് നമ്മൾ പോണതാണ്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ 2-3 ലെയറൊക്കെ പീലായി പോയിട്ട് നമ്മുടെ മുഖം ആകെ നാശമായി പോകും. പക്ഷേ ഈ ഒരു ക്രീം എന്ന് പറയാനായിട്ട് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്കിന്ന് വൈറ്റൻ ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ നമുക്ക് ഒന്ന് കളറൊക്കെ വെക്കും. അല്ലാതെ നമ്മൾ ഡീപ്പ് ടോണിലിരിക്കുന്ന ഒരാൾ പ്യുവർ വൈറ്റ് ആവില്ല. അങ്ങനെ പ്യുവർ വൈറ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂട്ടാത്തയോണൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിനേക്കാളും 1-2 ഷെയ്ഡ് ലൈറ്റൻ ആകും. അതല്ലാതെ നമ്മൾ ഡീപ്പ് ടോണിലിരിക്കുന്ന ഒരാളെ പ്യുവർ വൈറ്റ് ആക്കാനുള്ള ഒരു ക്രീമും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തയോണായിരിക്കും കുറച്ചും കൂടെയും ബെറ്റർ. പിന്നെയെന്ന് പറയാനായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് വേണ്ടപ്പെട്ട 1-2 ആൾക്കാർ ഇതിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് എത്ര ട്യൂബൊക്കെ ഒരു മാസം യൂസ് ചെയ്യേണ്ടി വരുമെന്ന്. ഒരു 3 ട്യൂബെങ്കിലും മിനിമം യൂസ് ചെയ്യണം. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുഖത്തിൻ്റെ പകുതി ഭാഗം താടി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ട, ഈ ഒരു നെറ്റിയും ഈ ഒരു ഭാഗം മാത്രം തേച്ചാൽ മതി. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ട്യൂബ് ഉണ്ടെങ്കിൽ ഒരു മാസം എങ്ങനെയെങ്കിലും കഷ്ടിച്ചൊക്കെ എത്തിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പെണ്ണുങ്ങൾക്ക് എങ്ങനെയായാലും ഒരു 3 ട്യൂബ് വേണം. അപ്പോൾ വാങ്ങുമ്പോൾ 3 ട്യൂബായിട്ട് ഷോപ്പിൽ പോയിട്ട് തന്നെ വാങ്ങാം. മിക്ക ഫാർമസിയിലും ഈ ഒരു ക്രീം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നും കൊണ്ടല്ല, മെലാ കെയർ, സ്കിൻ ലൈറ്റ്, സ്കിൻ ഷൻ അതുപോലത്തെ ഒരു ക്രീമേ അല്ല ഇത്. നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ക്രീമാണ്. പിന്നെ ഏതിനാണ് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മെലാഗ്ലോ ആണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക. വേറൊന്നും കൊണ്ടല്ല, മെലാഗ്ലോ റിച്ച് ഞാൻ 2-3 എണ്ണം വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് നല്ല ഗ്ലോ ഒക്കെ വരണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല, എപ്പോഴും ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ കാണുന്നവർ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. ഇപ്പോഴും ഞാൻ എൻ്റെ മുഖത്ത് ഒരു മേക്കപ്പും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ, അതുപോലെ തന്നെ കാല്, ഫേസ് ഒക്കെ നല്ല ടാനഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബോഡിക്ക് അത്യാവശ്യം നല്ല കളറുണ്ട്. മുഖം നന്നായിട്ട് ഇരുണ്ടിരിക്കുന്ന ഒരു ഫേസാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എൻ്റെ മുഖത്തിന് എങ്ങനെയെങ്കിലും കളർ വെപ്പിച്ചെടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്കിൻ കെയർ ചെയ്യാത്ത ഒരു ദിവസം പോലുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോരോ ക്രീമായാലും ഓരോരോ സീറോ ആയാലും ഓരോരോ ട്രീറ്റ്മെൻറ്റ് ആയാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാനിത് ഫാർമസിയിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്, ഓൺലൈൻ മേടിച്ചതല്ല.
രൂപയല്ല, അപ്പോൾ 500 രൂപയിൽ താഴെയാണ്. അപ്പോൾ ഒരു മാസം 1500 രൂപയിൽ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രീം ഒരു മാസത്തേക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ വാങ്ങുമ്പോൾ 3 വാങ്ങാം. ഇത് നൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മെലാഗ്ലോ റിച്ച് എന്ന് പറയാനായിട്ട് നമുക്ക് ഗ്ലോ ഒക്കെ വരും, അതല്ലാതെ കളർ വെക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം മെലാഗ്ലോ റിച്ച് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ മുഖക്കുരുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റും. ഇനി എൻ്റെ ഫേസിൽ എന്ന് പറഞ്ഞിട്ട് മുഖക്കുരു പാടുകളോ അങ്ങനത്തെ ഒന്നുമില്ല. പിഗ്മെൻറ്റഡ് ആണ് ഫേസ്, അതല്ലാതെ മുഖത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും മുഖം കളർ വെക്കണം, അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അപ്പം ഞാൻ പിന്നെ വാങ്ങിയതാണ് മെലാഗ്ലോ. ഈ ഒരു കളർ, ഇതിനകത്തൊരു യെല്ലോ കളറാണ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, അല്ലെങ്കിൽ കാണുമ്പോഴും മനസ്സിലാകും ഇത് മെലാഗ്ലോ റിച്ച്, ഇത് മെലാഗ്ലോ. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെലാഗ്ലോയാണ്. ഞാൻ വാങ്ങുമ്പോൾ 2-3 എണ്ണമൊക്കെ വാങ്ങും, റിച്ചും വാങ്ങും മെലാഗ്ലോയും വാങ്ങും. കാരണം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ്. അപ്പോൾ പകലൊക്കെ ഞാൻ മെലാഗ്ലോ റിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യും, കാരണം ഒരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നൈറ്റ് ഞാൻ മെലാഗ്ലോയാണ് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. രണ്ടിനും ഏകദേശം സെയിം റേറ്റ് ആണ്. മെലാഗ്ലോയ്ക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്, മെലാഗ്ലോ റിച്ചിന് അതിനേക്കാൾ കുറച്ച് റേറ്റ് കുറവാണ്. പിന്നെ വലിയ ട്യൂബാണെന്നുണ്ടെങ്കിൽ ഒരു 800 സംതിങ് ഒക്കെ വരും. മെലാഗ്ലോയിൻ്റെ വലിയ ട്യൂബാണെന്നുണ്ടെങ്കിൽ, ഞാൻ ചെറിയ ട്യൂബാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എന്ന് പറയാനായിട്ട് കടയിൽ വലിയ ട്യൂബ് ഉണ്ടായിരുന്നില്ല. വലിയ ട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വലുത് വാങ്ങിച്ചേനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻകാരല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫാർമസി ക്രീമാണ് മെലാഗ്ലോ എന്ന് പറയുന്നത്. കളർ വെക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ മെലാഗ്ലോ വാങ്ങി യൂസ് ചെയ്യാം. നൈറ്റാണ്. പിന്നെ ഇപ്പോൾ മഴക്കാലമാണ്, അങ്ങനെ സൂര്യൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതായത് സൺലൈറ്റ് അടിച്ചിട്ട് മുഖത്ത് നമ്മുടെ കരിമംഗല്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. മഴക്കാലമാണ്, അപ്പോൾ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയം വേനൽക്കാലത്തൊക്കെയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഇത് നൈറ്റ് തേച്ചിട്ട് രാവിലെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് മുൻപത്തേനേക്കാളും അപ്പുറത്തതായി ഇരുണ്ട് പോകും നമ്മുടെ ഫേസ്, സൺ ടാൻ അടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ മഴക്കാലമാണ്, സേഫായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു ക്രീം. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കണില്ല. പിന്നെ ഒരു ക്രീമിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറ്റവും ഞാൻ നോക്കിയിട്ട് പറയാനില്ല. അതായത് എൻ്റെ പൈസ പോയി, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടായി, അങ്ങനെയൊന്നും എനിക്ക് പറയാനില്ല. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ ഫേസിൽ ഞാൻ ഒരു മേക്കപ്പ് പോലും ഞാൻ ചെയ്തിട്ടില്ല. ഞാനത് ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാത്രി കിടക്കണതിന് മുമ്പ് ഫേസ് വാഷ് ചെയ്തിട്ട് മെലാഗ്ലോ ഫേസിൽ അപ്ലൈ ചെയ്യും. രാവിലെ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് മെലാഗ്ലോ റിച്ച് ഞാൻ അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എത്ര നാൾ പിടിക്കും റിസൾട്ട് കിട്ടാനുണ്ട്, അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ്. ഇപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞിട്ട് നോർമൽ സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. അതേസമയം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ്. നിങ്ങളുടെ ചിലപ്പോൾ സ്കിന്നിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് സ്ലോ ആയിട്ടായിരിക്കും കിട്ടുക. ബാക്കിൽ കോഴി കൂണ സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴായിരിക്കും കോഴിയുടെ ശബ്ദം കേൾക്കാം. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം, വേറൊന്നും കൊണ്ടല്ല. കോഴി കൂമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ വാങ്ങി യൂസ് ചെയ്തോ, ധൈര്യമായിട്ട് യൂസ് ചെയ്തോ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് പറയാണ്. നിങ്ങൾ സെൻസിറ്റീവ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.